കടക്കണിയിൽ പെടുന്നതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്ക്. ആദ്യം തന്നെ എന്താണ് ഈ കടക്കണി? നമുക്കെല്ലാവർക്കും കടങ്ങളുണ്ടാവും. നമുക്ക് ലോണായിട്ടും അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് വാങ്ങിയ കടങ്ങളായിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബാധ്യതകളുണ്ടാവും. പക്ഷേ നമ്മുടെ വരുമാനം വെച്ച് നമുക്കിതൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കടക്കണിയിലൊന്നും ആയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിലും നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, അതിനുവേണ്ടി വീണ്ടും കടമെടുക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കടക്കണിയിലായി എന്നാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കും, ഇപ്പോൾ ഞാനൊരു കടക്കണിയിലല്ല, കാരണം എൻ്റെ വരുമാനം വെച്ച് എനിക്കിത് അടച്ചു തീർക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു അപകടമുണ്ട്. നിങ്ങളറിയാതെ നിങ്ങൾ ചിലപ്പോൾ ഒരു കടക്കണിയിലേക്കാവും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ആദ്യം നമുക്ക് അത് പരിശോധിക്കാം. നിങ്ങളൊരു കടക്കണിയിലേക്കാണോ പോകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനവും നിങ്ങളുടെ ആകെ EMIകളുമാണ്. നിങ്ങൾക്ക് പല ലോണുകളുണ്ടാവും, എല്ലാത്തിനും പല EMI ഉണ്ടാവും. ഇതെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ടും കൂടെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വരുമാനം നോക്കുക. ഇനി നിങ്ങളുടെ വരുമാനത്തിൻ്റെ പകുതിയിലധികം നിങ്ങൾക്ക് EMI വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കടക്കണിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് 30,000 രൂപയാണ് നിങ്ങളുടെ ഒരു മാസം വരുമാനം. അപ്പോൾ 15,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ ഒരു മാസം EMI അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ ഒരു കടക്കണിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു സൂചിക, നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസുകൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എല്ലാ മാസവും വരുന്ന ഫിക്സഡ് എക്സ്പെൻസ്, അതിൽ ഈ EMI വരും, റെൻ്റ് ഉണ്ടെങ്കിൽ റെൻറ്റ് വരും, പിന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അത്തരത്തിൽ എല്ലാ മാസവും നമുക്ക് കൊടുക്കേണ്ട ഫിക്സഡ് ആയിട്ടുള്ള ചിലവുകൾ. ഈ ഫിക്സഡ് എക്സ്പെൻസുകളും നിങ്ങളുടെ ആകെ വരുമാനം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആകെ വരുമാനത്തിൻ്റെ 70% കൂടുതലാണ് നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസ് വരുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കടക്കണിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബാക്കി വരുന്ന 30% വെച്ച് നിങ്ങളുടെ ചിലവുകൾ മുഴുവൻ നടക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും കടം വാങ്ങേണ്ട ഒരു സാധ്യത വരും. അങ്ങനെ കടം വാങ്ങി പൈസ റോൾ ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും നിങ്ങളൊരു കടക്കണിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ മാക്സിമം നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കടക്കണിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട്, ക്രെഡിറ്റ് കാർഡിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ 30% ഉള്ളിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടും. അതാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ 30 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 100% നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വരുമാനത്തിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്നുണ്ട്. അതിനർത്ഥം നിങ്ങളൊരു കടക്കണിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സൂചിക, അത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് ഒരു മാസം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 500 രൂപ 1000 രൂപ എടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ പറ്റുന്നില്ല, മുഴുവൻ തുകയും ചിലവായി പോവുകയാണെങ്കിൽ നിങ്ങളൊരു കടക്കണിയിലേക്കായിരിക്കാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ചിലവ് നമ്മുടെ കൺട്രോളിലില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു രൂപ പോലും സേവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതുക്കെ നമ്മൾ കടങ്ങൾ വാങ്ങി അവസാനം കടം തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇതെല്ലാമാണ് നിങ്ങളൊരു കടക്കണിയിലേക്കാണോ നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സൂചികകൾ. അപ്പോൾ നിങ്ങളുടെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിപ്പോൾ സേഫ് ആണോ അതോ കടക്കണിയിലേക്കാണോ നീങ്ങുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കടക്കണിയിൽ പെട്ടു അല്ലെങ്കിൽ ഒരു കടക്കണിയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇനിയുള്ള കടങ്ങളെല്ലാം നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കിനി എത്ര രൂപ എവിടെയൊക്കെ കടങ്ങളുണ്ട്, ഇതിന് എത്ര രൂപയാണ് EMI വരുന്നത്, എത്ര ശതമാനമാണ് പലിശ വരുന്നത്, ഇനി എത്ര രൂപയും കൂടെ തിരിച്ചടയ്ക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഓരോ കടങ്ങളും ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആൾക്കാരിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ അവിടെ ചിലപ്പോൾ പലിശ ഉണ്ടാവണമെന്നില്ല, അത് ഒരുമിച്ച് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കൊടുത്താൽ മതിയായിരിക്കും. എന്നാലും ഇത് എത്ര കാലം കൊണ്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളതിനൊരു കണക്കുണ്ടാവും. അപ്പോൾ എത്ര കാലത്തിനുള്ളിൽ ആ പണം തിരിച്ചു കൊടുക്കണം എന്നുള്ളതും കൂടെ ലിസ്റ്റ് ചെയ്യുക. അതേപോലെ ഓരോ ലോണുകൾക്കും എത്ര EMIയും കൂടെ, എത്ര മാസത്തെ EMIയും കൂടെ ബാക്കിയുണ്ടെന്നുള്ളതും കൂടെ അതിൽ ആഡ് ചെയ്യുക. ഇങ്ങനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വലിയ കടം ഏതാണ്, ചെറിയ കടം ഏതാണെന്ന്. ഓരോ മാസവും കൂടുതൽ തുക എടുക്കുന്ന കടങ്ങളും അതേപോലെ കൂടുതൽ പലിശ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന കടങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതിൽ കൂടുതൽ പലിശ വരുന്ന കടങ്ങൾ, അത് ഈ അൺസെക്യൂർഡ് ലോണുകൾക്കായിരിക്കും കൂടുതൽ പലിശ ഉണ്ടാവുക. അത്തരത്തിലുള്ള കടങ്ങൾ നിങ്ങൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഈ കടങ്ങളാണ് നമ്മൾ ആദ്യം വീട്ടേണ്ടത്. കാരണം ഇവിടെ എമൗണ്ട് കുറവാണെങ്കിലും ഇവിടെ പലിശ കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും വലിയൊരു എമൗണ്ട് നമ്മൾ പലിശയായിട്ട് കൊടുക്കുന്നത് ഇത്തരം കടങ്ങൾക്കാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പലിശ വരുന്ന ഇത്തരത്തിൽ അപകടം പിടിച്ച കടങ്ങളാണ് നമ്മൾ ആദ്യം തീർക്കേണ്ടത്. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യം തീർക്കേണ്ട കടങ്ങൾ നിങ്ങൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പല ദിവസങ്ങളിലായിട്ട് പല ലോണുകളായിരിക്കും. ഇപ്പോൾ ലോൺ ആപ്പിൽ നിന്ന് എടുത്ത ലോണുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു രീതികളിൽ നിന്ന് എടുത്ത ലോണുകൾ ഉണ്ടാവും. ഇതിൽ 2-3 ലോണുകൾ നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ട് നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പല സ്ഥലത്തും 10% മുതലൊക്കെയാണ് പേഴ്സണൽ ലോൺ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ സാലറി വരുന്ന
ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ സാലറി വരുന്ന ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ പലിശയ്ക്ക് പേഴ്സണൽ ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ബാങ്കുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ട് പേഴ്സണൽ ലോണിൻ്റെ പലിശയേക്കാൾ കൂടുതൽ പലിശ വരുന്ന ലോണുകൾ നിങ്ങൾ ഈ ഒരു എമൗണ്ട് പേഴ്സണൽ ലോൺ എടുത്തിട്ട് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ചിലപ്പോൾ പല ദിവസങ്ങളിലായിട്ടായിരിക്കും EMI കിടക്കുന്നത്. അപ്പോൾ 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ പല ദിവസങ്ങളിൽ പല എമൗണ്ട് ഇങ്ങനെ EMI പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ അതിനുള്ള ബാലൻസ് കീപ്പ് ചെയ്യാനും മറന്നു പോകും. അപ്പോൾ ഫൈൻ വരും, പലിശ കൂടും. ഈ പ്രശ്നമൊക്കെ ഇതെല്ലാം കൂടെ ഒറ്റ ലോണാക്കി കഴിഞ്ഞാൽ ഒറ്റ ഡേറ്റിലുള്ള EMI ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്കിപ്പോൾ കൂടുതൽ പലിശയുള്ള 15-25 അതിന് മുകളിലൊക്കെ പലിശയുള്ള ലോണുകൾ ഉണ്ടെങ്കിൽ ഒരു 10-12% ഒരു പേഴ്സണൽ ലോൺ വെച്ചിട്ട് ഈ ലോണുകൾ ക്ലോസ് ചെയ്താൽ പിന്നെ നമ്മൾ ഈ 12% പലിശ അടച്ചാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പലിശയുള്ള ലോണുകളെക്കാളും കുറവ് പലിശയ്ക്ക് പേഴ്സണൽ ലോണോ കാർഷിക ലോണോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ എടുത്തിട്ട് നിങ്ങൾ ഈ ലോണുകളെല്ലാം ഒരുമിച്ച് ക്ലോസ് ചെയ്യുക. ഇനി അടുത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ കൂടുതലുണ്ട്, ഇതിൻ്റെയൊക്കെ പൈസ തിരിച്ചടയ്ക്കാനുണ്ട്, അവിടെയൊക്കെ ഡ്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന കാര്യമാണ്. ഒരുവിധം ബാങ്കുകളൊക്കെ ഈ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ക്രെഡിറ്റ് കാർഡുകളുടെ ബാലൻസിനെ കുറവ് പലിശ വരുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്, വേറൊരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്ക്. അപ്പോൾ പുതിയതായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ പലിശയും മറ്റു ഓഫറുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മറ്റു ബാങ്കുകളിൽ പോയിട്ട് അന്വേഷിക്കുക, അവിടുത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫറുകൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ക്രെഡിറ്റ് കാർഡിലുള്ള ബാലൻസ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്കൊരു പ്രോസസ്സിംഗ് ഫീ ചിലപ്പോൾ വരും. ഇതിന് പുറമെ എന്തായാലും പുതിയ ക്രെഡിറ്റ് കാർഡിലും പലിശ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ക്രെഡിറ്റ് കാർഡിൽ പലിശയും കുറവാണ്. പിന്നെ ഈ പ്രോസസ്സിംഗ് ഫീ കൂടെ ചേർന്നാലും നിങ്ങൾക്ക് മറ്റ് ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കേണ്ടി വരുന്ന ഉയർന്ന പലിശ വെച്ചിട്ടുള്ള ബാധ്യതയെക്കാളും കുറഞ്ഞ എമൗണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളൊരു പുതിയ ക്രെഡിറ്റ് കാർഡിലേക്ക് ഈ ബാലൻസ് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രം കൃത്യമായിട്ട് അടച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ബാധ്യത തന്നെ നിങ്ങൾ ഇവിടെയും തിരിച്ചടയ്ക്കേണ്ടി വരും. പക്ഷേ പലിശ കുറയുമ്പോൾ നമുക്ക് അതിൽ നിന്നും കുറച്ച് പണം ലാഭിക്കാൻ പറ്റും. അപ്പോൾ അത്രയും തുക കുറച്ച് നമ്മൾ തിരിച്ചടച്ചാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല, എന്നാലും ഞാൻ പറയാം. നിങ്ങളുടെ ജീവിത ശൈലി, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾ കുറയ്ക്കണം. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു, രണ്ടാൾക്കും കൂടെ ഒരു 50,000 രൂപ വരുമാനമുണ്ട്. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് 50,000 രൂപ വരുമാനമുള്ള ഒരാളെ പോലെ ആയിരിക്കും. കാരണം 50,000 രൂപ വരുമാനമുള്ള മറ്റാൾക്കാരൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവർ ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് ഈ 50,000-ൽ 30,000 രൂപ EMI ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതാകെ 20,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ജീവിക്കേണ്ടത് 20,000 രൂപ വരുമാനമുള്ള ആൾക്കാരെ പോലെയാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോസ്റ്റ് നല്ല രീതിയിൽ കട്ട് ചെയ്യുക. അതായത് ഒരു 20,000 രൂപയുടെ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നേരെ അതൊരു 12,000-ൻ്റെയോ 10,000-ൻ്റെയോ വാടക വീട്ടിലേക്ക് താമസം മാറ്റേണ്ടി വരും. അത് ചിലപ്പോൾ ടൗണിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലായിരിക്കാം, ഇല്ലെങ്കിൽ മുറികളുടെ വലിപ്പം കുറവായിരിക്കാം, മറ്റു പല ഫെസിലിറ്റികളും കുറയും. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് മാറ്റാം. അതായത് മാസം ഒരു 10,000 രൂപ ഈ ഒരു റെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് 1,20,000 രൂപ നിങ്ങൾക്ക് അവിടെ തന്നെ കുറവ് കിട്ടി. ഇനി പുതിയ ഫംഗ്ഷനുകൾ വരുമ്പോൾ പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടാണ് ഫംഗ്ഷന് പോവുക, ആ ശീലം അവസാനിപ്പിക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ 20,000 രൂപ വരുമാനമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഫംഗ്ഷനും പുതിയ ഡ്രസ്സ് വാങ്ങാനൊന്നും പറ്റണമെന്നില്ല. അതേപോലെ ഫംഗ്ഷൻസിന് മുമ്പ് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ഓരോ ഓണം, വിഷു, ക്രിസ്മസ് പോലുള്ള സെലിബ്രേഷൻസിന് പുതിയ പർച്ചേസ് നടത്തുന്ന കാര്യത്തിലും ഇതിലൊക്കെ നിങ്ങൾ കുറവ് വരുത്തേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് എവിടെയൊക്കെ പണം കുറയ്ക്കാൻ പറ്റുമോ അവിടെയെല്ലാം നിങ്ങൾ ചിലവ് ചുരുക്കുക. നിങ്ങൾ പണ്ട് ചെറിയ സാലറിക്ക് ജീവിച്ചിരുന്നത് എങ്ങനെയാണോ ആ രീതിയിലേക്ക് നിങ്ങളുടെ ജീവിത രീതി മാറ്റുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വരുമാനത്തിനേക്കാളും കുറഞ്ഞ രീതിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പലരും കുറ്റം പറയും. നിങ്ങളുടെ ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ കുറ്റം പറയും. ഇത്രയും കാശുണ്ടായിട്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിശുക്ക് ജീവിക്കുന്നതെന്ന് ചോദിക്കും. നിങ്ങളെ കുറ്റം പറയും, കളിയാക്കും, എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങളുടെ വരുമാനം അനുസരിച്ചിട്ട് ഈ ചെലവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ ആ ഒരു ജീവിത രീതി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്നൊരു കടക്കണി പോയി പെടും. എന്നിട്ട് കുടുംബത്തോടെ വല്ല മണ്ടത്തരങ്ങളും ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ പോയി പെടും. അന്ന് ഈ കുറ്റം പറഞ്ഞ ആൾക്കാർ തന്നെ പറയും, ഇവരെന്തിനാണ് ഇങ്ങനെ ദൂരത്തൊക്കെ കാണിച്ചത്, ഇങ്ങനെ കടം വെടുത്തി വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ സാധാരണയായിട്ട് ജീവിച്ചാൽ പോരെന്ന് ഇതേ ആൾക്കാർ തന്നെ പറയും. സോ സോഷ്യൽ പ്രഷർ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ കോസ്റ്റ് ഒറ്റയടിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് എൻ്റെ എക്സാമ്പിൾ. 50,000 രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ജീവിക്കരുത്. നിങ്ങളുടെ EMIകളും കടങ്ങളും തീർത്ത് ബാക്കി എത്ര വരുമാനം ഉണ്ടോ അതിനനുസരിച്ച് ജീവിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. അത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പലിശ വരുന്ന ലോണുകൾ നമുക്ക് അടച്ചു തീർക്കാം. അങ്ങനെ ഒരു 2-3 വർഷം നിങ്ങളുടെ മീൻസിനേക്കാളും നിങ്ങളുടെ വരുമാനത്തിനേക്കാളും കുറഞ്ഞ രീതിയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കടങ്ങളൊക്കെ അടച്ചു തീർത്തിട്ട് പിന്നീടുള്ള വരുമാനം വെച്ച് അടച്ചു തീർക്കാവുന്ന കടങ്ങളെ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ, കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടുത്തൊരു ഓപ്ഷൻ എല്ലാവരും പറയുന്ന പോലെ വരുമാനം കൂട്ടുക എന്നുള്ളതാണ്.
പക്ഷേ ഇവിടുത്തെ ചോദ്യം എങ്ങനെ വരുമാനം കൂട്ടും. അപ്പോൾ വരുമാനം കൂട്ടാനുള്ള ഒരു വഴി, നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് അതേ കമ്പനിയിൽ നിന്നും വലിയ ഹൈക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ വേറൊരു കമ്പനിയിലേക്കാണ് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു വേക്കൻസി വേണം, അത് നല്ല ഹൈ സാലറി തരുന്ന ഒരു കമ്പനി ആയിരിക്കണം. അങ്ങനെ നല്ലൊരു ടൈമിങ്ങിലൊക്കെ നമുക്ക് വേറൊരു ജോലി കിട്ടിയാൽ ഓക്കെ, നമ്മുടെ വരുമാനം കൂടും. പിന്നുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ചിലർക്ക് നിങ്ങളുടെ ജോലിയിൽ, നിങ്ങൾ ഓഫീസിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത്തരം ജോലി ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഫ്രീലാൻസ് വർക്കുകൾ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ അതിനുവേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യവും നിങ്ങളുടെ പ്രായവും എല്ലാം ഇതൊരു മാറ്ററാണ്. പക്ഷേ നമ്മളൊരു കടക്കണിയിലാണ് പെട്ട് കിടക്കുന്നതെങ്കിൽ നമുക്ക് വരുമാനം കൂട്ടാതെ വേറെ വഴിയില്ല. അപ്പോൾ അതിനുള്ള മറ്റ് ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഈ ഒരു 3 മണിക്കൂറും അയ്യോ ഇനി ഞാൻ എങ്ങനെ കാശുണ്ടാക്കും, ഈ ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കുന്ന ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 എങ്കിൽ 1000 അല്ലെങ്കിൽ 500 എങ്കിൽ 500 എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.